നമുക്ക് ചിലപ്പോൾ നല്ല സാധനം കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അഭിനയിക്കണില്ല. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഒന്നാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദോഹയിലെ ഷോർട്ട് കോണ്ടന്റ് രംഗത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒരു ടീമുണ്ട്. ഷോർട്ട് ഫിലിംസിലൂടെയും റീൽസിലൂടെയും പരസ്യചിത്രങ്ങളിലൂടെയും ഗുഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഹേർട്ട്ഫുൾ സ്റ്റോറി ടെല്ലിങ്ങുമായി ഓഡിയൻസിൻ്റെ മനസ്സിൽ കീഴടക്കിയ ടീം വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പ്ലാൻ സി. വെൽക്കം ഓൾ. താങ്ക് യു. നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഓഡിയൻസിന് ഈ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. പ്ലാൻ സിയുടെ മാസ്റ്റർ ബ്രെയിൻ, ഡയറക്ടർ, റൈറ്റർ, എഡിറ്റർ മിസ്റ്റർ സുഹൈൽ. DOP ഷംനാസ് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ദോഹയിലെ അറിയപ്പെടുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് മിസ്റ്റർ ഹാഫിസ്, മിസ്റ്റർ അനൂപ്. വൺസ് അഗെയിൻ വെൽക്കം ഓൾ. താങ്ക് യു സോ മച്ച്. പ്ലാൻ എ, പ്ലാൻ ബി കേട്ടിട്ടുണ്ട്. പ്ലാൻ സി, ആ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലെ സ്റ്റോറി? ആക്ച്വലി നമ്മൾ വീഡിയോ എടുക്കുന്ന പരിപാടിക്ക് തുടങ്ങുമ്പോൾ വേറെ പേരിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വൺ മൾട്ടിമീഡിയ എന്നുള്ള പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു പേരിലേക്ക് മാറി. എസ് ആൻജസ് ക്രിയേഷൻസ് പറഞ്ഞിട്ട് സുഹേൽ ഷംനാസ് എന്നുള്ളതാണ് അത് മീൻ ചെയ്തത്. അങ്ങനെ അത് ചെയ്ത് കുറച്ച് വീഡിയോസ് ഞാൻ ഷംനാസും കൂടി നമ്മളൊക്കെ എല്ലാവരും കൂടി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് പ്ലാൻ സിയിലേക്ക് വന്നത്. അത് മൂന്നാമത്തെ അറ്റംപ്റ്റ് എന്നുള്ളതിലാണ് പ്ലാൻ സി. പിന്നെ അതോടൊപ്പം തന്നെ കണ്ടന്റ് ക്യാപ്ചർ ക്രിയേറ്റ് എന്നുള്ളൊരു അതാണ് അതിൻ്റെ മെയിൻ ഇത്. നമ്മൾ ആസ് എ ഓഡിയൻസ് നമ്മൾ വിചാരിക്കും സിനിമ, പ്ലാൻ എന്താ പറയുക, സിനിമ ഓഫ് കോഴ്സ് അതും അതാണ്. പക്ഷെ എന്നാലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വേറെയാണല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഓഡിയൻസിൻ്റെ മനസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പ്രൊഡക്ഷൻ ക്വാളിറ്റി നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഇപ്പം എല്ലാവരും ടീമും എല്ലാവരും ഏറ്റവും ഈസിലെ എല്ലാവരും കൂടി ഒന്നിച്ച് അത്രയും പാഷനേറ്റ് ആയിട്ട് പോസിറ്റീവ് എനർജിയോടെയാണ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും മേ ബി. നമ്മളെല്ലാം ഒരു ഇത്ര ഇങ്ങനെ ആവണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഒന്നും ചെയ്യുന്നത്. പക്ഷേ മാക്സിമം നമ്മുടെ മാക്സിമം കൊടുക്കുക എന്നുള്ളതിലാണ് എല്ലാം ചെയ്യുന്നത്. ആ ഒരു ഇത് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആയിരിക്കും മിക്കവാറും പോസിറ്റീവ് തോന്നുന്നു. അങ്ങനെ പിന്നെ ഏതൊരു നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് നേരിടേണ്ടി വരും. സെയിം തന്നെ നിങ്ങളുടെ പ്ലാൻ സി ടീം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചാലഞ്ച് എന്താണ്? ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും റീൽസിലാണ്. അപ്പോൾ റീൽസിൽ ചാലഞ്ച് നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ നമുക്ക് കുറേ ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം. മ്യൂസിക് ആണെങ്കിലും ആരെയും ആശ്രയിക്കേണ്ട, നമുക്ക് മൂവീസ് കാര്യങ്ങൾ തന്നെ ചെയ്യാം. നമ്മളിപ്പോഴും അപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ഷോർട്ട് ഫിലിമിലോട്ട് വരുമ്പോഴാണ്. നമുക്ക് അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ, അതിൻ്റെ ഒരു കോസ്റ്റ്, അതിൻ്റെ ഒരു അതൊക്കെ മീറ്റ് ചെയ്യണത്, അതൊക്കെ ഇപ്പോഴും ചലഞ്ച് തന്നെയാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ ചലഞ്ച് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലിക്കാണ്. കാരണം നമ്മൾ ഇത്രയും ലേറ്റ് നൈറ്റ് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവര് കുറെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതെ. അപ്പോൾ ആ സാക്രിഫൈസ് ഒക്കെ ഉണ്ട് അവർക്ക്. എന്നിരുന്നാലും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കത് അത്ര വലിയ ബേർഡൻ ഒന്നും ആവണില്ല. നമ്മളത് എത്ര ചലഞ്ചാണെങ്കിലും എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. നിങ്ങളുടെ വീഡിയോകളിൽ ഏറ്റവും ശ്രദ്ധിച്ച് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. റിയലി അപ്രിഷ്യേറ്റ് യു ഗൈസ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു രഹസ്യം, അല്ലെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് അത് നിങ്ങൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുറേ ആൾക്കാരായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ക്യാമറ ചെയ്യാൻ ആൾക്കാരെ കിട്ടി, അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരെ കിട്ടി, ലൈറ്റ്സ് കാര്യങ്ങൾ എല്ലാം. അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ അതൊരു നമ്മുടെ ഫാമിലി പോലെ ആയി. നമ്മൾ ഈ മൂന്ന് ഇരിക്കുന്ന മാത്രമല്ല, പ്ലാൻ സി വലിയ ഫാമിലിയാണ്. എല്ലാവരുടെയും ഒരു ഇൻപുട്സ് ഉണ്ട്. എല്ലാവർക്കും അതിനകത്ത് ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. എല്ലാവരും കൂടി ചേരുമ്പോൾ ഇതൊരു നമ്മള് എല്ലാവരും മാക്സിമം അവരുടെ തരാറുണ്ട്. പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി അങ്ങനെയാണ്. അതുപോലെ തന്നെ വേറെ ഞങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നിങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ദൃശ്യാനുഭവം, അതെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് ആണ് അതിൻ്റെ പിന്നിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? സത്യം. കാരണം ഇവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഇത് ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അത് അവനക്കൊരു വിഷൻ ഉണ്ട്, അവൻ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ എടുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഇവൻ മനസ്സിൽ നമ്മൾ ഒരു ചിത്രീകരിച്ച സാധനത്തിനെ മുകളിലായിരിക്കും ഇവ മനസ്സിൽ വെച്ചിട്ട് അവൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ടൻസ് നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻസ് എടുക്കാന്നാണ് മെയിൻ ആയിട്ടുള്ളത്. കണ്ടന്റ് നന്നായി തന്നെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം വർക്ക്. തീർച്ചയായിട്ടും.
അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ഏതൊരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് പ്ലാനിങ്സ് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് നിങ്ങളുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് ഓർമ്മയിൽ എത്തുന്നുണ്ടോ? ആദ്യം ഞാൻ പരിചയപ്പെടുന്ന എനിക്ക് എവിടെ കിടന്നപ്പോൾ ഒരു കഥ കിട്ടി ചുമ്മാ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഗുരു എന്ന് പറയുന്ന ഒരു ആശ എന്ന് പറയുന്ന നമ്മുടെ രതീഷ് പ്രേം ഹണ്ടർ ആളാണ് എനിക്ക് അത്രയും സപ്പോർട്ട് തന്നത്. ഞാൻ ഈ കഥ പറയാൻ പോയപ്പോൾ എന്നോട് തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞതും എനിക്ക് അന്ന് ഡയറക്ഷണൽ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓഫീസിനെ ഞാൻ ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഓഫീസ് നായകനാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഓഫീസിനെ ആളപ്പം തന്നെ വിളിച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അപ്പോൾ ഓഫീസിൽ പോയി കണ്ട് കഥ പറഞ്ഞ് ഓഫീസ് ഇന്നായി, ഓഫീസ് ഇഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങൾ അനുവേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് കൂടുന്നത്. അനുവേട്ടനെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ആ ടീമൊന്നും ഉണ്ടായി വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ അനുവേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് വേറൊരു സ്റ്റോറി ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ സോങ് വെച്ചിട്ട് അവിടെ നിന്ന് വേറെ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ട് അതാണ് ഫസ്റ്റ് നമ്മൾ വർക്ക് ചെയ്തത്. അതിൽ രതീഷാണ് ക്യാമറ ചെയ്തു, ഓഫീസ് ഉണ്ടായിരുന്നു, അനുവേട്ടൻ വില്ലനായി, ഓഫീസ് നായകനായി, പിന്നെ ബാക്കി കുറേ പേര് കൂടി ഒന്നിച്ച് ചെയ്തു. അത് കുറച്ച് നമ്മൾ വലുതായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ വന്നു, അഞ്ജലിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ നമ്മൾ തിയേറ്റർ റിലീസ് ചെയ്തു. അതാണ് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ട് നല്ല എക്സ്പീരിയൻസ്. അതെ, അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് വൺ മൾട്ടി മീഡിയ എന്നുള്ള ടീം. അതിൽ ജിന്ന, സുമേഷ് ഏട്ടൻ, രമിത്ത്, അബു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത വർക്കായിരുന്നു. അടുത്ത ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും തമ്മിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഒരു വർക്ക് നന്നാവണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഭാഗങ്ങളും നന്നായി വരണം. അതിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ കണ്ടന്റ്, അത് എക്സിക്യൂഷൻ, അതിൻ്റെ ഡയറക്ഷനിൽ ഷോട്ട് വെക്കുന്നത്, കാര്യങ്ങൾ അത് നന്നാവണം. ടെക്നോളജി, ക്യാമറ അത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അതിൻ്റെ കളറിങ്ങും ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം അത് നന്നാവണം. മ്യൂസിക്, നമ്മൾ കൊടുക്കുന്ന മ്യൂസിക് നന്നാവണം. അങ്ങനെ എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നന്നാവണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നാലാണ് നമുക്കൊരു വർക്ക് സക്സസ് ആയെന്ന്, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവുള്ളൂ, ആൾക്കാർക്ക് എത്തുള്ളൂ. എന്തെങ്കിലും ഒരു ഭാഗം കുറഞ്ഞാൽ അതിൻ്റെ ഒരു കുറവുണ്ടാവും. അത് ഇതെല്ലാം ഒന്നിച്ച് വരണം. ഒന്ന് മാത്രം ശരിയായി എന്ന് വെച്ചാൽ അത് വർക്ക് നന്നാവണമെന്നില്ല. അപ്പോൾ നമുക്കൊരു വീഡിയോ സക്സസ് ആയാൽ അതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു വാല്യൂ, അതിൻ്റെ ഒരു റിസൾട്ട് ആണ്, അത് എല്ലാവരുടെ എഫേർട്ടിൻ്റെ റിസൾട്ട് ആണ്. അപ്പോൾ എല്ലാം ഒന്നിച്ച് വേണം, ക്രിയേറ്റിവിറ്റിയും വേണം, ടെക്നോളജിയും ഒരേപോലെ വേണം, ഈക്വൽ ബാലൻസ് ചെയ്ത്. പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്കുകളിൽ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ടച്ചിങ്സ് കൂടുതലുള്ളതാണ്. ആസ് എ പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് ഒരു സിസ്റ്റർ ബ്രദറിൻ്റെ ഒരു ബോണ്ട്, പിന്നെ ഒരു ബലിപ്പെരുന്നാളിനാണെന്ന് തോന്നുന്നു ഒരു ബ്രദറിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ബോണ്ട് കാണിക്കുന്നത്, ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ട് കാണിക്കുന്നത്. അങ്ങനെ അപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലെ ചിന്ത? ഇപ്പം ഞങ്ങൾ ഒരു ഡയറക്ടർ എന്നുള്ളൊരു ബന്ധമല്ല, ആക്ച്വലി വെരി ക്ലോസ് ഫ്രണ്ട്സ് വിത്ത് ഫാമിലി. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൈലിന് ഞങ്ങളെ ബേസിക്കലി എന്നെ ഹാഫിസിനേക്കാൾ നന്നായിട്ട് അറിയാം ഞങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ പുള്ളി എന്താന്ന് വെച്ചാൽ ഞങ്ങളിൽ നിന്ന് എങ്ങനെ അത് ഔട്ട് എടുക്കണമെന്നും സുഹൈൽ നന്നായിട്ട് അറിയാം. അപ്പോൾ സുഹൈൽ ഭയങ്കര കൂൾ ആൻഡ് കംഫർട്ടാണ്, ആക്ച്വലി കാഷ്വൽ ആണ്, ഭയങ്കര കാഷ്വലാണ്. അനുപേട്ടത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു പോണതാ, അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് നമ്മൾ എഫോർട്ട് ഇട്ടിട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനകത്ത്. അപ്പൊ സുഹൈൽ പറയുന്നു ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ, പിന്നെ നമുക്ക് ഭയങ്കര കൺവീനിയന്റ്, നമ്മുടെ ഭയങ്കര കംഫർട്ടാണ് ആക്ച്വലി അഭിനയിക്കുമ്പോഴൊക്കെ. അപ്പൊ പിന്നെ ആക്ച്വലി ഞാൻ ഫുൾ കഥ പോലും കേൾക്കാറില്ല. സുഹൈൽ പറയും അനുപേട്ട ഒരു സാധനമുണ്ട്, വിളിക്കുന്നു, അപ്പൊ വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്നു, അപ്പൊ ഇന്ന ചെയ്യാൻ പറയുന്നു, ചെയ്യുന്നു, നമ്മൾ തിരിച്ചു പോരുന്നു. പിന്നെ അത് എന്താണ് അതിന്റെ ഡെവലപ്മെന്റ് എന്താന്നൊക്കെ നമ്മൾ ഔട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതായിരുന്നു സംഭവം എന്നുള്ളൊരു ആ ഒരു സംഭവം മനസ്സിലാവുന്നത്. ഇപ്പൊ സിസ്റ്റർ എടുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കഥ പോലും അറിയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ജസ്റ്റ് നിന്നു, എന്നോട് മുണ്ടെടുത്തോണ്ടു, ആ ഷർട്ട് ഇട്ടു, ഇത് ചെയ്യാ അത് ചെയ്യുന്ന സുനീതി വന്നു. അപ്പൊ ഞങ്ങൾ എന്റെ വീട് തന്നെ, അപ്പൊ എന്റെ വൈഫും ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ ഹാഫിസും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് അത് ചെയ്തു. ആക്ച്വലി എന്റെ സ്പീക്കിംഗ് എന്റെ ഇത് അറിയില്ല, പക്ഷെ അത് ഔട്ട് വന്നപ്പോൾ അത് അങ്ങനെ വന്നു എന്നുള്ളത് വളരെ ടച്ചിങ്, ഫാമിലി ഇമോഷണൽ വരെ എത്തിക്കുന്ന വളരെ ടച്ചിങ് ആയിട്ടുള്ള. പിന്നെ അത് നല്ല രീതിക്ക് ഒരുപാട് മില്യൺസ് ഓടി. പിന്നെ ആദ്യത്തെ നമ്മുടെ ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അതായിരുന്നു, 9 മില്യൺ ഓൾമോസ്റ്റ്. പിന്നെ ഒരുപാട് പേര് ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയും യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് അവിടെ 10 മില്യൺ 15 മില്യൺ ഒക്കെ കുറെ സ്ഥലത്ത് ഓടിയിട്ടുണ്ട്. അത് നമുക്ക് അറിയാണ്ട് ഓടിയ കുറെ അങ്ങനെ ഓടിയിട്ടുണ്ട്. ഞാൻ എന്ത് തലങ്കുത്തി പറഞ്ഞാലും ഇവര് തന്നില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. അപ്പൊ അതിന്റെ എന്തായാലും മുമ്പിൽ ആ ടാലന്റ് ഉണ്ട്, അതിന്റെ ഒരു എക്സ്പ്രഷൻ കാണിച്ചാലേ അത് കിട്ടുള്ളൂ. അപ്പൊ അത് അനുവേട്ടൻ കാണിക്കുന്നുണ്ട്. അനുവേട്ടൻ അത്യാവശ്യം എക്സ്പ്രസീവ് ആണ്. നല്ല ചില സാധനങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ല സാധനം കിട്ടും, നമ്മൾ പ്രതീക്ഷിക്കാതെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അഭിനയിക്കണില്ല, പക്ഷെ ആ സാധനം നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുക. എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര നാച്ചുറൽ സാധനമായിരിക്കും. അത് എവിടെ കിട്ടാൻ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന അത് സുഹൈലിനെ അറിയുള്ളൂ. ഒരു കഥ അതായത് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെ എങ്ങനെയാണ് ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ കാണുന്നത്? വർക്കാവുന്ന കഥകൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ റിലേറ്റബിൾ കഥകളാണ് എല്ലാവർക്കും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എവിടെ കണ്ടിട്ടുണ്ടെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വർക്കാവും. ഇപ്പോൾ ഈ
സിസ്റ്റർ ബ്രദറൊക്കെ ഞാൻ എൻ്റെ ലൈഫിനെ ചുറ്റും കാണുന്നിടത്താണ് മാക്സിമം എടുക്കാറുള്ളത്. എന്ന് വെച്ചാൽ റിലേറ്റബിൾ ആണെങ്കിൽ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ എവിടെയെങ്കിലും കണ്ട സാധനങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചെറിയ സാധനങ്ങൾ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് പെങ്ങളും ഒരു അനിയനും ഉണ്ട്. അപ്പോൾ ഞാൻ ആ പെങ്ങൾ അത്രയും രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാണ് സിസ്റ്റർ ബ്രദർ ഞാൻ ബേസിക്കലി ഉണ്ടാക്കി. ബ്രദർ ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് ബ്രദർ ദുബായിക്ക് പോകുമ്പോൾ ഞാൻ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അവനെ പോയ ഉടനെ അവൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ അത്ര പ്രശ്നമില്ല. പക്ഷേ അവൻ പോയ ഉടനെ എനിക്ക് വിഷമം വന്നു, അവന് വിഷമം വന്നു. അപ്പൊ അത് ആ ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ ആ കഥ ഡെവലപ്പ് ചെയ്തത്. സിസ്റ്റർ എനിക്ക് അങ്ങനെ അവള് കല്യാണം കഴിച്ചു അങ്ങനെ സാഹചര്യമല്ല, പക്ഷെ അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അവൾക്ക് എന്നും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നുണ്ട്. ആ ഒരു ബേസിക് ഐഡിയ എന്നാണ് ആ ഒരു കഥ ഉണ്ടായത്. അതുപോലെ എല്ലാം നമ്മൾ അങ്ങനെ റിലേറ്റബിൾ ആകുമ്പോൾ നമ്മൾക്ക് എവിടെ നിന്നും നമ്മുടെ ചുറ്റും കഥ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഇമോഷണൽ ആയിട്ട് എനിക്ക് തോന്നിയ വേറൊരു പ്രൊജക്ട് നിങ്ങളുടെ എന്ന് പറയുന്നത് ദുവ. ഓ മൈ ഗോഡ്, അമേസിങ്, ബ്യൂട്ടിഫുൾ, റിയലി ഗൈസ്. എന്താ പറയുക, നോ വാക്ക് പറയാൻ വേർഡില്ല ഇപ്പോഴും സ്റ്റിൽ. കാരണം എന്ന് പറയുന്നത് യു ഗൈസ് റിയലി ക്യാപ്ചേർഡ് എന്താ പറയുക ദ എസെൻസ് ഓഫ് ട്രൂ ലവ്, ട്രൂ ബോണ്ട്. അതാണ് നിങ്ങൾ അവിടെ വരച്ച് കാട്ടിയത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിയിട്ട് പ്രേക്ഷകരിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്? ഐ മീൻ റിയൽ ടൈപ്പ് ഓഫ് സ്റ്റോറി എനിക്കറിയാം, ഒരാളുടെ അറിയാം, അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ഇതല്ല സ്റ്റോറി, പക്ഷേ കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ. അത് വെച്ചിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. നടക്കാറുള്ള സംഭവമാണ് അതൊക്കെ. പിന്നെ ദുവ ഫൈസൽക്കാട് ഒരു ഭയങ്കരമായ ഇൻപുട്ട് ഉണ്ട് അതില്. നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫൈസൽക്ക് ആ ഒരു പ്രൊജക്ടിന്. ഫൈസൽക്ക് അത് മാത്രമല്ല, പല വർക്കും ഫൈസൽക്ക് എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ദുബായിലെ ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം നമുക്ക് ഫൈസൽക്കാണ്. അതുപോലെ നിങ്ങൾ ഇമോഷണൽ ടച്ചിങ്സുകൾ ചെയ്യുമല്ലോ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ പറയുക ഒരു മെലോ ഡ്രാമയായിട്ട് അത് മാറാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കലുണ്ടോ? എൻ്റെ മേക്കർ എന്നുള്ള ലെവലിൽ ഉള്ള ഒരു ടാലന്റ് ആണ് അവന്. വേണമെങ്കിൽ അതൊരു ടെലിഫിലിം ആയി പോവാം, ലൈക്ക് ഒരു സ്ലോ പേസിൽ പോവാം. പക്ഷെ ഇവന്റെ കട്ട്സ് ആണെങ്കിലും ഇവൻ ആ ഒരു മേക്ക് ചെയ്യണ രീതി അങ്ങനെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കാൻ നമ്മൾ നോക്കുന്നത്. അതെ അതെ, അങ്ങനെ അത് സുഹൈൽ എടുക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അത് എഡിറ്റ് ചെയ്ത് നമ്മൾ കാണുമ്പോഴാണ് അതിന്റെ ഒരു എക്സ്ട്രാവഗൻസ് നമ്മളിങ്ങനെ അതിന്റെ ഒരു ഇതിങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ അറിയുക. അപ്പൊ അത് ഫുൾ ക്രെഡിറ്റ് സുഹൈലിന്റെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മൾ ഒരു സീൻ തന്നെ നമ്മൾ ഒരുപാട് ടേക്കോ അങ്ങനെ ബേസിക്കലി എടുക്കണുണ്ടാവില്ല. സുഹൈലിനെ അറിയാം ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് അത് അങ്ങനെ പറയും. അപ്പൊ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ബേട്ടാ മതി, അല്ലെങ്കിൽ ഓക്കെ ഹാഫിസ്, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്തേന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ എഡിറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ആയിരുന്നു എന്ന് ആ കട്ട്സ് അവിടെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യുന്നുള്ള കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ. പിന്നെ എഡിറ്റ് ചെയ്ത് പിന്നെ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ മ്യൂസിക് അത് കറക്റ്റ് ആയിട്ട് സുഹൈലിന് ഏതൊക്കെ മ്യൂസിക് എവിടെ നിന്ന് എടുക്കണമെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ കറക്റ്റ് അത് ഭയങ്കര എലിവേഷൻ കൊണ്ടുവരും ഓരോ സീൻസിന്. അത് കറക്റ്റ് ആയിട്ട് സുഹൈൽ എടുക്കും. അങ്ങനെ ഇത് കുറെ കാര്യം ചെറുതായാലും കുറെ കാര്യങ്ങൾ ഉണ്ട് ആക്ച്വലി. അപ്പൊ എല്ലാം ഒരു കഴിവാണ്. നമ്മുടെ ചലഞ്ച് ഒന്ന് ഈ 3 മിനിറ്റിൽ ഒതുക്കാന്നുള്ളതാണ്. വലിയ സ്റ്റോറി കൊണ്ടുവരുമ്പോൾ നമ്മളിത് ഒതുക്കുന്ന കുറച്ച് പണം. അപ്പം ചിലപ്പോൾ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല കട്ടിലൊന്നും, ഭയങ്കര കട്ടിട്ടുണ്ട് വരും. അങ്ങനെ ഇട്ടാലും അത് ചിലപ്പോൾ അതിന് ബാധിക്കും. പക്ഷെ കുറച്ചും കൂടെ പക്ഷേ റീലായതുകൊണ്ട് ഈ 3 മിനിറ്റ് നമുക്ക് ഒതുക്കണം. അതുകൊണ്ട് ആ ഒരു ചലഞ്ചും ഭയങ്കരമായിട്ട് നിങ്ങൾ ഷോർട്ട് ഫിലിംസ് അത് റീൽസിനെക്കാട്ടിലൊക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ പരസ്യ ചിത്രങ്ങളും കുറേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഒരു വിജയം എന്നുള്ളൊരു ഘടന ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് കാണുന്നത്? ആ ഒരു പരസ്യം ചെയ്യുന്ന ആ ടൈമിൽ ഡിഫറെൻ്റ് ആണല്ലോ, രണ്ടും രണ്ട് സ്ട്രീമാണല്ലോ. പരസ്യം നമ്മൾ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മളത് പ്രൊഡക്റ്റിന് അവരുടെ ഒരു വാല്യൂ വരുവാണ്. പക്ഷെ നമ്മൾ കണ്ടന്റ് എന്തെങ്കിലും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. തുടക്കത്തിൽ ഇപ്പം റീൽസ് ആകുമ്പോൾ ഒരു നമുക്ക് ഹുക്ക് പോലെ എന്തെങ്കിലും വേണ്ടി വരും. അങ്ങനെ കുറച്ച് 2-3 പോയിന്റ്സ് നോക്കിയിട്ട് അങ്ങനെ കണ്ടന്റ്സ് കൊടുത്ത് കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആയിട്ട് ആൾക്കാർ ബോറടിക്കാതെ ഇതിൽ ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ നോക്കാറുണ്ട്. അതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ ഈ ഒരു പ്രസന്റ് ഇതിൽ കാണുന്നത്? സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആക്ച്വലി നമുക്ക് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കാരണം നമ്മളിപ്പോ ആൾക്കാർ പണ്ടിപ്പോ ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ ഇവരൊക്കെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ബേസിക്കലി ഹാഫിസ് ടിക്ടോക്ക് അങ്ങനെ പല കാര്യങ്ങളും വന്നത്. ഞാനിപ്പോ ഇവരെക്കാട്ടി എല്ലാവരെക്കാട്ടിയും ഒരുപാട് സീനിയർ ആയതുകൊണ്ട്
അപ്പൊ നമ്മള് ഉണ്ടായിരുന്ന ചേച്ചിക്ക് അറിയാലോ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഡാൻസും അതും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇതൊന്നും ഇല്ല. പെട്ടെന്ന് അനൂപിനെ ഒരു ഇതിൽ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഡാൻസ് കളിക്കുന്ന ഇതിലേക്ക് കേറിയോ, ഭയങ്കര അതിശയായിപ്പോ എനിക്ക്. അല്ല, അപ്പൊ നമ്മൾ ആ അനൂപ് പറഞ്ഞ പോലെ അതാണ് തീർച്ചയായിട്ടും. മോളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഓർമ്മയില്ല, എത്രയോ നമ്മൾ വർഷങ്ങൾ മുമ്പൊക്കെ. അതാണ് അപ്പൊ നമ്മള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ നമുക്ക് ആൾക്കാര് ഇവിടത്തെ കുറച്ച് പേര് അറിയുക എന്നല്ലാണ്ട് അതിലപ്പുറം ഒരു പുറമേലേക്ക് നമ്മൾക്കൊരു റീച്ച് അല്ലെങ്കിൽ ആൾക്കാരെ അറിയാന്നുള്ളത് വളരെ കുറവായിരുന്നു. അപ്പോഴും നമ്മൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ ഷോർട്ട് ആൽബംസ് അങ്ങനത്തെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ. പക്ഷെ ആരും നമ്മളെ അറിയില്ല. മീൻസ് നമ്മുടെ ഒരു കലാപരമായിട്ടുള്ള ഒരു ഇതുള്ള ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ ആൾക്കാരെ അറിയാൻ തുടങ്ങി പുറമെ. ഇപ്പൊ സുഹേല് വന്ന് നമ്മളിങ്ങനെ കണ്ടന്റ്സ് ഒക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോ കണ്ടന്റ്സ് വഴി നമ്മളെ ഒരുപാട് ആൾക്കാര് അറിയാനും. പിന്നെ അതുവഴി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പരസ്യങ്ങളായാലും അതായാലും ഇതായാലും ഇപ്പൊ സുഹേല് തന്നെ നമ്മളെ ഓരോ സംഭവങ്ങളൊക്കെ വിളിക്കുന്നു, അപ്പൊ നമ്മൾ ചെയ്യുന്നു. അതുവഴി നമ്മൾ നോർമൽ ചെയ്യുന്ന കണ്ടന്റിനെക്കാട്ടും കൂടുതൽ വേറെ ആൾക്കാരും നോർമൽ ആൾക്കാരും അങ്ങനെ അറിയാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. കമ്പനീസ് യൂസ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയ മാക്സിമം. ഇപ്പൊ നമ്മൾ റീൽസ് ആയിട്ട് അവർ വിളിക്കാറുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് വഴി, ഇപ്പൊ ഫൗസിയൊക്കെ വഴി വിളിക്കാറുണ്ട്. ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യലുണ്ടല്ലേ. അതായത് ഇനി പ്ലാൻ സിയുടെ പിന്നിൽ എന്താ പറയുക, ശക്തമായ ഒരു ക്രിയേറ്റിവിറ്റി ടെക്നിക്കൽ ടീമുണ്ടല്ലോ. അതെങ്ങനെയാണ് അതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട്, റൈറ്റ് അല്ലേ? ആ ഒരു ടെക്നിക്കൽ ടീം അവരുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി. അപ്പൊ അതെങ്ങനെയാണ്? ടെക്നിക്കൽ കാര്യം ചോദിച്ചപ്പോൾ ഷംനാസ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഷംനാസ് ആണ് അതിന്റെ ഒരു ബേസിക്, അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അവനാണ് സ്റ്റാർട്ടിങ്. ഇപ്പൊ അവന്റെ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിത് ഒരു ഘട്ടത്തിൽ എനിക്ക് ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പനിവേട്ടൻ ഓഫീസ് അഭിനയിക്കും. അവിടെ ഞങ്ങള് വെളുപ്പിനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. ഏർലി മോർണിംഗ് നമ്മൾ പോയിട്ട് ലോങ് പോയിട്ട് നമ്മൾ ഷൂട്ടൊക്കെ എടുക്കും. അന്ന് സോങ് ചെയ്തോണ്ടിരുന്നത്. സോങ് വെച്ച് അത് അവന്റെ ക്യാമറ. അപ്പം നമ്മൾ ബേസ് പഠിക്കണം, എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് അവൻ നമ്മൾ ഏർലി മോർണിംഗ് പോകും. ഞങ്ങളിങ്ങനെ പോയി അവിടെ അങ്ങ് അവിടെയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ സോങ്സ് എടുക്കും. അങ്ങനെ സോങ്സ് എടുത്ത് അപ്പോൾ അവൻ്റെ ഒരു ഭയങ്കര എഫേർട്ട് ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂ എത്തിയിരിക്കുന്ന ചെറിയ സക്സസ് ആയതുകൊണ്ടാണ്. പക്ഷെ അവനൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അവന്റെ ഒരു എഫേർട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാമറ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്ന ആൾക്കാരാണ്, ഞാനും ഹാഫിസും. സുഹേല് ഡയറക്ഷൻ ചെയ്യും, എഡിറ്റ് ചെയ്യും, അത്യാവശ്യം ക്യാമറയും ഷംനാസും. ഇപ്പൊ ബേസിക്കലി ഒരു കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ 4 പേര് ഇപ്പൊ എത്ര വർഷമായി? 4 കൊല്ലായില്ലേ? ഓൾമോസ്റ്റ് 4 കൊല്ലായി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 4 പേരും ഈഗോയിസ്റ്റിക് അല്ലെങ്കിൽ വേറെ നമ്മുടെ മനസ്സൊന്നാണ്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ഇടയിൽ പല പല സംഭവങ്ങൾ അറിയാലോ, പല പല ഈഗോസ് ഉണ്ടാവും, പല പല ഡിസ്ട്രാക്ഷൻസ്, പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മള് ഒന്നാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ എന്ത് കാര്യമാണെങ്കിലും സുഹേലെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് പേര് വരും. അപ്പൊ നമുക്കൊരു ഫാമിലി പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാരും നമ്മൾ ഒന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഈഗോയിസ്റ്റിക് ഇല്ലാണ്ടുള്ള. ഇപ്പൊ ഞാനും ഹാഫിസായാലും തമ്മിലും എന്തോരം കാര്യത്തിൽ ഇപ്പൊ അവൻ എന്നെ വിളിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ സോൾവ് ചെയ്ത് വെച്ചാൽ എല്ലാം നമുക്ക് നമ്മുടെ റിസൾട്ട് ഇതാവണം എന്നുള്ളൂ. ഇപ്പൊ വീഡിയോ എടുക്കുകയാണെങ്കിലും അത് മാക്സ് ഒന്നാണ്. ഒരുപാട് ആൾക്കാരെ അഭിനേതാക്കളെ വർക്കിലൂടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഓരോരുത്തരുടെയും അഭിനയം ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിനെ എങ്ങനെയാണ് ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ കാണുന്നത്? എല്ലാവർക്കും ഇപ്പൊ അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അഭിനേതാക്കളായിട്ട് ജനിക്കുന്നൊന്നുമല്ല. അപ്പൊ അവരുടെ എക്സ്പീരിയൻസിനാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇപ്പം എൻ്റെ ചുറ്റും എൻ്റെ അഭിനേതാക്കളാണ്. അപ്പോൾ അവർ നമ്മൾ പറയുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് മാക്സിമം തരാമെന്നുള്ളതാണ്. എനിക്കും ഒരുപാട് പേര് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഭയങ്കര മികച്ച നടന്മാരും ഉണ്ട്. ഒരു ട്രൈ ചെയ്യുന്ന ആളെ കിട്ടിയാൽ നമുക്ക് നമ്മുടെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പോൾ എന്തും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് അതിൻ്റെ റിസൾട്ട് അവർ ട്രൈ ചെയ്യുന്നതെന്ന് തോന്നി നമുക്ക് അതിൽ ഹാപ്പിയാണ്. അവരത് എന്തെങ്കിലും തരാൻ ശ്രമിച്ചാൽ നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാട് നല്ല ആക്ടേഴ്സിനോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മല്ലിക ചേച്ചി ഡ്രാമയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മല്ലിക ചേച്ചിയോട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഫൈസൽക്ക ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെ വീഡിയോസ് കാണാറിങ്ങി നാടകത്തിൽ കാണാറുണ്ട്. ഇന്നിപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് പുതിയ ന്യൂ ജനറേഷൻ ആൾക്കാർ ഈ ഷോർട്ട് ഫിലിമിലും റീൽസിലും ഒക്കെ വരാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ ഉപദേശം അങ്ങനെ ഉണ്ടാവുമല്ലോ? കുറെ പേര് നമ്മളെ അടുത്ത് പറയാറുണ്ട് ചാൻസ് വിളിക്കണം കേട്ടോ, അഭിനയിക്കാൻ വിളിക്കണം കേട്ടോ. പക്ഷെ മിക്കവരും ഞാൻ കണ്ടിട്ടുള്ളത് അവർ സ്വന്തമായിട്ട് ട്രൈ ചെയ്യണില്ല.
ഓ ആ അവർ ട്രൈ ചെയ്ത് 1-2 വീഡിയോ ഫ്ലോപ്പ് ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കാണാനുള്ള ഒരു ആക്സസിബിലിറ്റി കിട്ടും അവരെ. തീർച്ചയായിട്ടും. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും, പക്ഷെ ഇവര് എഫേർട്ട് ഇടുന്നത് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് വിളിക്കാൻ തോന്നും. വിളിക്കാം. അതെ അതെ. അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു മൊബൈലുള്ളൂ അല്ലെങ്കിൽ ഈ ക്യാമറ എല്ലാം എന്ത് ലോ സെറ്റപ്പ് ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ആവും. ഇത്രയും എങ്ങനെയെങ്കിലും അഭിനയിക്കണം എന്ന് പറഞ്ഞ് അത്രയും പാഷനായിട്ട് നടക്കുന്നവരുണ്ട്. പിന്നെ ചെറുപ്പം മോൻ കാണിച്ച ഒന്ന് ചെറിയ ഫെയിം അങ്ങനെ ആ ഒരു മൈൻഡിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഇവൻ തന്നെ മൊബൈൽ വെച്ച് ചെയ്ത് ടിക്ടോക്ക് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്ത് അവൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. തന്നെ വീഡിയോസ് ചെയ്തിട്ടാണ് ടെറസിന് മുകളിൽ പോയിട്ട് അവിടെ പോയിട്ട് റോട്ടിൽ പോയി തുള്ളിയിട്ടോ ഒക്കെ ചെയ്തിട്ടാണ്. എനിക്ക് നമ്മളതിനെ ശരിക്കും കളിയാക്കും, പക്ഷെ അവൻ അങ്ങനെ ചെയ്തിട്ടാണ് അവനെ ഞാൻ കണ്ടത്. അതുപോലെ ഹാഫിസിന്റെ എഫേർട്ടിനെ കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയാണ്. ഹാഫിസിന്റെ കാണലുണ്ട്. അവൻ ജീവിക്കുകയാണ്, അഭിനയിക്കുകയാണ്. ഇപ്പൊ ഞാൻ കൂടെ അഭിനയിക്കാൻ എപ്പോഴും പറയും ഒരു ഡിസ്റ്റൻസ് വെക്കും. കാരണം എന്ന് വെച്ചാൽ അവൻ അഭിനയിക്കുകയാണെങ്കിൽ ചിലപ്പോ അഭിനയത്തിൽ ഇടിക്കുകയാണെങ്കിൽ ചിലപ്പോ ഒറിജിനലായിട്ട് ഇടി കിട്ടിയെന്ന് വരും. അവന്റെ ഇടി കിട്ടിയ ചിലപ്പോ ഞാൻ അവിടെ കിടക്കും, ജസ്റ്റ് തൊടാനൊന്നും പറ്റില്ല. അപ്പൊ എനിക്ക് വേദന എടുക്കുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. എല്ലാവരും എഫേർട്ട് എടുക്കണം, അവർക്ക് മാക്സിമം റീച്ച് കിട്ടും. അതുപോലെ അതോടൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ അതനുസരിച്ചിട്ട് നമ്മള് മാക്സിമം വെൽക്കമിങ് ആണ്. ഇപ്പൊ ഞാൻ ഇപ്പം അതുപോലെ തന്നെ വേറെ പ്രശ്നമാണ്, ഇപ്പൊ നമ്മൾ അറിയുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാത്തിനും എല്ലാവരും വിളിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കും, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് അവരെ തന്നെ വിളിക്കുന്നതെന്ന് പറയും. ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണലി ഈ കാര്യത്തിൽ ഞാനൊരു കഥ ആലോചിച്ച് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് മനസ്സിൽ ഓരോരുത്തരും മുഖം തെളിയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കായി ഇന്ന ആളായിരിക്കുന്നു നമുക്ക് തോന്നും. പിന്നെ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഈ ക്യാരക്ടർ ഫുള്ളോ ചെയ്യാൻ പറ്റുന്ന ആർക്കാണ് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് എത്രയും ഇതാണ് മാക്സിമം ആപ്റ്റം തോന്നിയാൽ അവരെ ലോക്ക് ചെയ്യാം. അല്ലാതെ നമ്മളിനി അവർക്ക് വേണ്ടി കഥ ആലോചിച്ചാൽ അവർ ഇൻക്ലൂഡ് എങ്ങനെ ചെയ്യണം അങ്ങനെ പ്രഷർ ഞാൻ എടുക്കാറില്ല. ഇല്ല, അത് കറക്റ്റാ. സുഹേലിന് അറിയാം ആരാണ് ആ കഥാപാത്രത്തിന് ആപ്റ്റ്. കറക്റ്റായിട്ട് ആള് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്യും. അത് കാണുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറിയാം, അത് കറക്റ്റ് അയാളാണ് അതിന് പെർഫെക്റ്റ് എന്നുള്ളത്. ചിലപ്പോൾ ചിലർക്ക് അത് പിണക്കായി മാറാറൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെ ആ ഒരു പിണക്ക് നോക്കിയാല് തീർച്ചയായിട്ടും അത് പറ്റില്ല. ഞാൻ വീഡിയോ ക്വാളിറ്റിയാണ് മാക്സിമം നോക്കുന്നത്. കാണുന്ന ഓഡിയൻസിന് എന്താണ് അല്ലെങ്കിൽ ഇവര് അഭിനയിപ്പിച്ചുകൊണ്ട് ഓർക്കാറില്ല. ഒരു പേഴ്സണൽ റിലേഷന്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു സക്സസിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. അതിന് ഒരുപാട് സക്സസ് നോക്കിയിട്ടല്ല, ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. അത് മാത്രം. അതെ അതെ. ഇനി അടുത്ത 5 വർഷം പ്ലാൻ സി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പ്ലാൻ സി അടുത്ത 5 വർഷം കാണുന്നത് സുഹേലൊരു സിനിമ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും എല്ലാവരുടെയും എല്ലാ കലാകാരന്മാരുടെയും ആഗ്രഹമാണ് അല്ലെ ഒരു സിനിമ. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ ഓഡിയൻസിന് വാഴ പോലുള്ള അല്ലെങ്കിൽ അതിലും ഉപരി മികച്ച കഥയായിട്ട് പ്ലാൻ സി? അങ്ങനെയല്ല അല്ലേ? നമ്മുടെ കയ്യിലൊന്നും അല്ല, നമ്മള് അറിയില്ല ഒന്നും. നടക്കട്ടെ, നടന്നില്ലേ കുഴപ്പമില്ല എന്നുള്ള മൈൻഡേ ഉള്ളൂ. അങ്ങനെയാണല്ലേ? പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളൊന്നും ചെയ്യുന്നു. സുഹേല് ഭയങ്കര മിതത്തുള്ള ഒരാളാ. അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുമ്പോ ഡൗൺ ടു എർത്ത്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതായിട്ട് എന്താ പറയാ, ഞാനും ഓഫീസൊക്കെ. സുഹേൽ അങ്ങനെയല്ല, പക്ഷെ അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് വരുമ്പോ അത് ശരിയാവും, സെറ്റ് ആവും. അത്ര ഡൗൺ ടു എർത്ത് വേണ്ട അല്ലേ? അപ്പം നിങ്ങളിപ്പം ദോഹയിൽ അറിയപ്പെടുന്ന ഒരു ടീമാണല്ലോ. അപ്പോൾ ഈ കലാസാഹിത്യ രംഗത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ ഇടയിൽ നിങ്ങൾക്ക് സ്വാധീനം കിട്ടിയിട്ടുള്ളത്? ദോഹ ഭയങ്കര വെൽക്കമിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ എല്ലാവരും സ്നേഹമുള്ള ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ 1-to-1 മീഡിയ നമ്മളെ വിളിച്ചൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്നേഹമാണ്. അത് ആർട്ടിസ്റ്റിനോട് അല്ലെങ്കിൽ ആർട്ടിനോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ്. അപ്പോൾ അത് നമ്മൾ ഞാൻ തുടക്കം പറഞ്ഞ ഓർത്താണ് ഒരു താങ്ക്സ്, വലിയൊരു താങ്ക്സ്. കാരണം അവർ നിങ്ങളെ വിളിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത് ഒരുപാട് താങ്ക്സ്. 1-to-1 മീഡിയയ്ക്കും, ചേച്ചിക്കും, മൻസൂർക്കാക്കും, എല്ലാവർക്കും, എല്ലാ ടീമും, ഫൈസൽക്കാക്കും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് നമ്മുടെ പ്ലാൻസിയുടെ ഭാഗത്തും പറയുകയാണ്, എൻ്റെ പേഴ്സണലും പറയുകയാണ്. പിന്നെ എല്ലാവരും എല്ലാ ഒരു സംഘടനകളാണെങ്കിലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്, പ്രോഗ്രാംസിന് വിളിക്കാറുണ്ട്, കാണുമ്പോൾ വീഡിയോസിന് റിവ്യൂസ് പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആരും അങ്ങനെ ഞാൻ ഖത്തർ മൊത്തം ടീമായിട്ട് കൂട്ടുന്നത്. ഖത്തർ മൊത്തം ഒന്നിച്ച് ഇപ്പോൾ എല്ലാ വർക്കും ഞാൻ അങ്ങോട്ടും പലരും ഇവിടെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചാണ് പോകുന്നത്. അപ്പോൾ അത് വലിയ ടീമാണ്, വലിയ പവറാണ് ഖത്തർ ശരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് ചെറുതല്ലേ, അപ്പോൾ നമുക്ക് ഈസി ആക്സസ് ആണ് എല്ലാവരും. അതായത് ഞങ്ങളുടെ 1-to-1 ടീമിൻ്റെ ട്രഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദോഹയിൽ അറിയപ്പെടുന്ന കലാകാരനായ ഫൈസൽ ഖാൻ. നമ്മളുടെ കൂടെ വർഷങ്ങളായിട്ട് ഒന്നിച്ച് നിന്ന് ശരിക്ക് വി ആർ പ്രൗഡ് ഓഫ് ഹിം റിയലി. 1-to-1 ടീം. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഒരുപാട് ഫൈസൽ ഖാൻ ചെയ്തിട്ടുണ്ട്. ഫൈസൽ ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സർവ്വകലാവല്ലഭനാണ്, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്നപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഫൈസൽ ഖാനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഇവിടെ
മീൻസ് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നേക്കാട്ടി മുമ്പേ തൊട്ട് നമുക്ക് ഫൈസൽ ഖാൻ അറിയാം. നമ്മൾ മറ്റേ എന്താണ് മറ്റേ ബ്ലോക്കേഡൊക്കെ വന്നപ്പോഴും ആ സമയത്തൊക്കെ നാടകങ്ങൾ, പിന്നെ മറ്റേ ഖത്തർ നാഷണൽ തിയേറ്ററിലൊക്കെ നമ്മൾ ഷോ ഒക്കെ ചെയ്തില്ലേ, അപ്പോഴൊക്കെ ഫൈസൽക്ക് നമ്മളെയൊക്കെ വിളിച്ചിട്ട് നമ്മളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്തോട്ടേ അറിയാം. പിന്നെ നമ്മളെപ്പോഴും ഒരു കീപ്പ് ഇൻ ടച്ച് ആയിരുന്നു, എന്ത് പരിപാടി വിളിക്കും, അങ്ങനെയൊക്കെ നല്ലൊരു ടച്ച് ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ്, ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഈ ഷോർട്ട് ഫിലിംസും അല്ല സുഹേലിൻ്റെ കൂടെ ഉള്ള മറ്റേ റീൽസ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഫൈസൽക്കായിട്ട് ഒരുപാട് ഒരു കൂടുതൽ അടുപ്പം വന്നത്. അപ്പൊ പിന്നെ നമ്മുടെ ഒരു എന്താ പറയാ മൂത്തൊരു ആ ഒരു ജ്യേഷ്ഠൻ, അങ്ങനെ ഒരു ഇക്ക, പിന്നെ എപ്പോഴായാലും നമ്മളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫൈസൽക്കാരുടെ സപ്പോർട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അല്ലേ സുഹേൽ, എവിടെ എന്ത് അറേഞ്ച് ചെയ്യണമെങ്കിലും എന്ത് കാര്യമായാലും ഫൈസൽക്കോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽക്ക അത് എവിടെങ്കിലൊക്കെ ആയിട്ട് റെഡിയാക്കി തരും. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് നമ്മൾ ടാങ്ക്സ് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ഫൈസൽക്ക ഒരു പില്ലറാണ്. അടുത്ത് ഞാൻ ഇതേ സെയിം തന്നെ ആസ് എ ഡയറക്ടർ എന്നല്ല, എന്താണ് ഡെഡിക്കേഷൻ ആസ് ആർട്ടിസ്റ്റ് അതാണ് ചോദിക്കുന്നത്. ഫൈസൽഖാന്റെ കാര്യം തന്നെയാണ്. ഫൈസൽക്ക ഈ പറഞ്ഞാൽ നമ്മുടെ 1-to-1 മീഡിയ ടീമിനാണ് പ്ലാൻസിയുടെ അംഗം കൂടിയാണ്. പ്ലാൻസിയുടെ ഒരു മെയിൻ ആള് തന്നെയാണെന്ന് ഞങ്ങളുടെ എന്താ പറയാ ഓൾ ഇൻ ഓൾ ആണ്. ആസ് എൻ ആക്ടർ അല്ല, ആസ് എ ഹ്യൂമൻ ബീങ് അതിലും നല്ലതാണ്. അതെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഫൈസൽക്ക അത്രയും നല്ല മനുഷ്യനാണ്. എപ്പോൾ വിളിച്ചാലും എന്ത് പറഞ്ഞാലും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാത്തിലും വേണ്ട ഉപദേശങ്ങൾ തരുന്ന ഒരു ചേട്ടനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളാണ്. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് എന്ത് ക്യാരക്ടർ കൊടുത്താലും ഞാൻ ഒരുപാട് പറഞ്ഞ് ഫൈസൽക്ക വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് ഇതുപോലെ തോന്നിയിട്ടാണ്. ഞാൻ ഫൈസൽക്കാർക്ക് കൊടുക്കണം എന്ന് ഓർത്ത് വിളിക്കുന്നതല്ല, ഫൈസൽക്ക അത് ചെയ്യാൻ പറ്റുന്നോളം ഓർത്തിട്ട് നമ്മൾ വിളിക്കുന്നതാണ്. ഫൈസൽക്ക അത് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ എത്ര റീടേക്ക് നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലൊന്നും ഇത്ര സീനിയർ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പുച്ഛിക്കാറൊന്നുമില്ല. കറക്റ്റായിട്ട് അതിനുള്ളത് ഒരു ചെയ്ത് എനിക്ക് നല്ല ഔട്ട് തരാറുണ്ട്. അപ്പോൾ ഫൈസൽക്കാണ്ട് ഒരുപാട് സ്നേഹം. ഫൈസൽക്ക കൂടെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരുപാട് എന്നെ സംബന്ധിച്ച ആളൊരു അത്ഭുതമാണ്. കാരണം എല്ലാ മേഖലയിലും, ചാരിറ്റി ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും എങ്ങനെ ഇത്ര എൻഗേജ്ഡ് ആയി നിൽക്കണമെന്നൊക്കെ മനസ്സിലാവണില്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ ഒരു ആക്ടിങ് ആയിട്ട് ഇറങ്ങിയാലും തീരെ സമയം കിട്ടാറില്ല. ഓഫീസ് കഴിഞ്ഞ് ആക്ട് കഴിഞ്ഞ് പിന്നെ പുലർച്ചെ വരെ ഷൂട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ. പക്ഷെ മൂപ്പരെല്ലാതും ഈക്വലി ബാലൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആകെ കൺസേൺ ആള് ഹെൽത്ത് നോക്കണം എന്ന് ഞാൻ പറയുന്നു. കാരണം ഇങ്ങനെ ഓടുമ്പോ ഹെൽത്തും കൂടി കൺസിഡർ ചെയ്യണം. അതെ അതെ അതെ, ശ്രദ്ധിക്കണം. പിന്നെ ഫൈസൽക്ക ഒരാളുടെ മനസ്സ് മനസ്സിലാക്കുക, എല്ലാവരും നമ്മൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെങ്കിൽ കൂടി നമ്മളെല്ലാവരും ഒരാളുടെ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർക്കേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു കാര്യം ഫൈസൽക്കനോട് പറയാം, ഫൈസൽക്ക് ഇന്നൊരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ നമുക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു അഷ്വറൻസ് ഇപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇപ്പൊ പറയണമെന്നില്ല, എടാ നമുക്കത് ചെയ്യാം, നമുക്ക് അന്ന ആൾക്ക് അത് ചെയ്ത് കൊടുക്കാം. ചിലപ്പോ പറ്റൂല എന്നുള്ളത് ഇറലേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു വാക്ക് പറയാനുള്ള ആൾക്കാർ ആക്ച്വലി കുറവാണ്. അപ്പൊ നമ്മളൊരു കാര്യം ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഫൈസൽക്ക കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ഫൈസൽക്ക അത് നമ്മളെക്കാട്ടും കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് അതിന് നമുക്കുള്ളൊരു തിരിച്ചതിനുള്ളൊരു ഇത് തരുമ്പോൾ അങ്ങനത്തെ മനുഷ്യർ വളരെ കുറവാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അപ്പം ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടാവില്ല, അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും മെമ്മറി, നിങ്ങളുടെ ഒരു രസകരമായ ഒരു മൊമെന്റ്സ് ഉണ്ടോ? നയൻസിനായിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു സോങ്. അത് നയൻസ് ഭയങ്കര ടഫസ്റ്റ് ഫേസിൽ കൂടെ പോണ ഒരു സമയമായിരുന്നു. ഇവിടെ നിന്ന് തന്നെ, ഖത്തറിൽ നിന്ന് തന്നെ. അതെ അതെ. അപ്പൊ അത് ഭയങ്കര ഒരു ഇമോഷണൽ വരുന്നു. അത് എന്താണ് ഇനി നെക്സ്റ്റ് എന്ന് അറിയില്ല. പക്ഷെ നമ്മളത് എല്ലാവരും കൂടി ചെയ്തു. അപ്പോൾ ആ ഒരു ഇമോഷണൽ മൊമെന്റും അതിലുള്ള ഹാപ്പിനെസ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. അത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ആളുടെ ഒരു ആളൊന്ന് പൊട്ടിക്കരഞ്ഞു അല്ലേ? എപ്പോഴും കാണുന്നതാണ് ഹാഫിസാണ് എന്താ പറയുക മെയിൻ കഥാപാത്രം, സ്ഥിരം കാണുന്ന ഒരു ഫേസാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അത് എന്തെങ്കിലും പേഴ്സണൽ ബോണ്ടിങ്, ഐ മീൻ ഫ്രണ്ട്ഷിപ്പ് അറ്റാച്ച്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ നമ്മളൊരു ക്യാരക്ടർ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒരു വിശ്വാസം ഉണ്ടാവുമായിരിക്കുമല്ലോ അയാളിൽ, അപ്പോൾ അത് കണ്ടിട്ടാണോ ആസ് എ ഡയറക്ടർ എന്നുള്ളതിൽ താങ്കൾക്ക് എങ്ങനെയാണത്? പേഴ്സണൽ ബോണ്ടിങ് നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരും. പക്ഷേ ഈ പറഞ്ഞ ക്യാരക്ടർ നോക്കിയിട്ട് തന്നെ കൊടുക്കുക. ക്യാരക്ടർ ഒരു ഇവനെ ചെയ്യുന്ന കൂടുതൽ ഹീറോയിക് സാധനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹീറോ ലുക്കും ഹീറോ അഭിനയവും എല്ലാം കുറച്ചുകൂടി ഈസിയാണ് ഇവനായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് ഇതിടും. ഇമോഷൻ ഇപ്പോൾ ഗ്ലിസറിൻ ഇല്ലാതെ കരയുന്ന വൺ ഓഫ് ദ ദോഹയിലെ അതുപോലെ പല കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ.
അപ്പോൾ അത് തന്നെയാണ്, അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ അറിയാലോ, ആക്ട് ചെയ്യുന്ന ആളാണ്. പ്ലാൻസി ഒരു ദിവസം പെട്ടെന്ന് അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് അല്ല അവസാനിക്കാണ്ടിരിക്കട്ടെ, പക്ഷെ അങ്ങനെ ഉണ്ടാവല്ലോ, അവർക്ക് നമുക്ക് പ്രേക്ഷകരുടെ മൈൻഡിൽ നമ്മൾ ഓൾറെഡി ഒരു സ്ഥാനം പിടിച്ചു, അപ്പം അവർക്ക് എന്താണ് കൊടുക്കാൻ സാധിക്കുന്നത്? എല്ലാ വീഡിയോയിലും ഒരു മെസ്സേജ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അതങ്ങനെ പർപ്പസ്ഫുള്ളി മെസ്സേജിന് വേണ്ടി എടുക്കുന്നതല്ല. ചിലപ്പോൾ മിക്കവാറും വീഡിയോസിലും ഉണ്ടാവും മെസ്സേജ്. അപ്പോൾ അത് തന്നെയാണ് അവർക്ക് ഓരോ വീഡിയോസിലും നമ്മൾ കൊടുക്കുന്നത്, എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അത് അതിന് മെസ്സേജിന് വേണ്ടി മാത്രമല്ലാതെ എന്റർടൈൻമെന്റ് നമ്മൾ ഉദ്ദേശിക്കാറുണ്ട്. മോസ്റ്റ് വീഡിയോസും ഇമോഷണൽ വീഡിയോസ് എല്ലാം എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവും. റിലേഷൻസ് ആണല്ലോ നമ്മൾ, ലൈക്ക് ബ്രദർ, വൈഫ്, ഹസ്ബൻഡ്, വൈഫ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മള് റിലേഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതൊക്കെ കുറെ പേർക്ക് ഇൻസ്പയർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാലന്റൈൻസ് ഡേ ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ഒരു മരിച്ചിട്ടുള്ള അതൊക്കെ റിയലി ടച്ചിങ്. അതൊക്കെ നമ്മുടെ ഒരു രസം ടീമിന്റെ സ്റ്റോറിയാണത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതല്ല, അത് കുറെ ഒരു രസം ടീം, ബിജു ചേട്ടൻ, ശ്രീത്തേട്ടൻ, തേജേട്ടൻ, ഷംനാഥ്, ഇവര് 4 കൂടെയുള്ളതാണ് ഒരു രസം ടീം. അപ്പൊ അവരുടെ പല സ്റ്റോറീസ് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അവര് നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന ഫ്രണ്ട്സ്, എല്ലാം ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പം ചില സ്റ്റോറീസ് അവർ ഒന്ന് പറഞ്ഞിട്ട് അത് നമ്മളും കൂടെ കൂടി അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഡയറക്റ്റ് ചെയ്യും, അവര് സ്റ്റോറി ചെയ്യും. എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ അഡീഷൻ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ബാക്കിയൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അവരും അവർ ആർട്ടിസ്റ്റുകളാണ്, ആക്ടേഴ്സാണ്, നന്നായിട്ട് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അതൊക്കെ അവരുടെ വർക്കാണ്. അതുപോലെ ഒരു ഓണത്തിന് നമ്മൾ ചെയ്തു, കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വർക്കൗട്ടായ വർക്കുകളാണ്. അപ്പൊ അവർക്കും വലിയ താങ്ക്സ്, കാരണം അവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലാൻസിക്ക് ഒരുപാട് വീഡിയോസ് അത് തന്നിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, എല്ലാവരും പാഷൻ കൂടിയിട്ടാണ് ഇതിലേക്ക് എത്തിയത്. ജോലികളുണ്ട്, പ്രവാസികളാണ്, ഒക്കെയാണ്. അതിലൊക്കെ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലി വലിയൊരു സപ്പോർട്ടായിരിക്കും അല്ലേ. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം അനൂപ്, എങ്ങനെയാണ് ഫാമിലീൻ്റെ സപ്പോർട്ട്? ജസ്റ്റ് ഫാമിലിനെ കുറിച്ചിട്ടൊരു 2 വാക്ക്. വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം വെച്ചാൽ മീരയും മോളും 2 പേരും ഡാൻസും ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ കുറെ കാലമായിട്ട് ഇവിടെ വന്നപ്പോ തൊട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും എല്ലാരെയും അറിയുന്നത് കൊണ്ടും അങ്ങനത്തെ ഒരു ഇഷ്യൂസോ പ്രശ്നങ്ങളോ, നിങ്ങൾക്ക് ഷൂട്ട് ഉണ്ട്, സൂവിന്റെ ഷൂട്ടാണ്, അപ്പൊ നമ്മളെല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ പ്രത്യേകിച്ച് അവിടെ ഒരു ഇഷ്യൂ വരാനോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ ഫുൾ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും ഷൂട്ടായാലും എന്തായാലും ഇപ്പൊ എല്ലാം നമ്മുടെ നമ്മളെല്ലാരും ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതായിട്ട് പോകുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ വൈഫും 2 കുട്ടികളും ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്ന് 1 വയസ്സുള്ള കുട്ടിയാണ്, 1 5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം 2 പേരെ മാനേജ് ചെയ്യണം, വീട് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടഫാണ്. അപ്പം പലപ്പോഴും ഈ പറഞ്ഞ ഷൂട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ നൈറ്റാണ് നമ്മൾ കൂടുതൽ ഷൂട്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ ഫാമിലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, കാരണം ഒറ്റയ്ക്ക് ഇത്രയും മാനേജ് രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും ഒരു മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ മാനേജ് ചെയ്ത് വീടും എല്ലാം നോക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ്. എന്നാലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ റീൽസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതിപ്പോ ഇൻസൈഡ് ആയാലും ഹാഫീസ് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യാണ്, അതിന്റെ ഇടയ്ക്ക് ഇതാ അവിടെ ഇതുണ്ട്, അവനെ ഇടയ്ക്ക് ഒന്ന് പോയിട്ട് വരും. സുഹേലാണെങ്കിലും അല്ലേ, നമ്മളെല്ലാരും ഈക്വലി മാനേജ് നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് അത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരിക, അല്ലെങ്കിൽ അക്കോർഡിംഗ്ലി ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിലിപ്പോ നമ്മൾ ഹാഫീസിനെയൊക്കെ നമിക്കണം. ഫാമിലി തന്നെയാണ് മെയിൻ. തീർച്ചയായിട്ടും വെച്ചാല് ഫാമിലിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മീൻസ് അത് നമ്മളൊരു ചെറിയൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. ബട്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ടും എൻ്റെ ഒരു പാഷൻ കാരണവും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര താങ്ക്സ് ഉണ്ടായിരുന്നു. കാരണം അതിൽ നിന്ന് അവൾക്ക് വേറെ പ്രതീക്ഷിക്കണമൊന്നുമില്ല, ഇഷ്ടമല്ല ഒന്നാമത്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹവും ഒരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഷൂട്ട് ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ, ഇപ്പൊ പുറത്തു പോകാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടെങ്കിൽ വേറെ ദിവസം ഫ്രീ ഉള്ള ദിവസങ്ങളിൽ വീക്ക് ഡേ വീക്കെൻഡ് ഒന്നും നോക്കാറില്ല, പോയിട്ട് ഇറങ്ങാറുണ്ട്. എൻ്റെ വൈഫും ഇവന്റെ വൈഫും കൂടി ഒരു ഹാമ്പർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, ഹാമ്പറിന്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. സെറ്റാണ് കുഴപ്പം. എൻ്റെ ഒരു പറയുകയാണെങ്കിൽ പേഴ്സണലി എൻ്റെ ഏറ്റവും വർക്കുകൾ എപ്പോഴും കണ്ട് എപ്പോഴും മെസ്സേജ് അയക്കുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മ നാട്ടിൽ നിന്ന് ഉമ്മ എല്ലാ വർക്കും കണ്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കും. എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാണുന്നതൊക്കെ. അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതെ, ഉപ്പയാണെങ്കിലും അതുപോലെ ഞാൻ പണ്ട് കഥ ആദ്യം പറഞ്ഞിട്ട് പെങ്ങളോടാണ് പറഞ്ഞത്. അപ്പോൾ അവള് ഫീഡ്ബാക്ക് തരും, അനിയനോട് പറയും, അവരുടെ ഫാമിലീസ് എല്ലാം അവിടെയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. വൈഫ് അല്ലേ, ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതെ അതെ. അങ്ങനെ ഏകദേശം നമുക്ക് വൈൻഡപ്പിനുള്ള സമയമായി തോന്നുന്നു. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുണ്ടോ?
ഫസ്റ്റ് നമ്മുടെ നന്ദി അറിയിക്കുന്നു. നമ്മളിങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് 1-to-1 മീഡിയയോട്, മൻസൂർ ഖാണ്ട്, ഫൈസൽ ഖാണ്ട്, ചേച്ചിയോട്, എല്ലാവരോടും, അതുപോലെ പ്ലാൻസിക്ക് ഇത്രയും ഒരു വ്യൂവർഷിപ്പ് തന്ന എല്ലാ ഓഡിയൻസിനോടും ഒരുപാട് നന്ദി. നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യും, ഇനിയും കുറേ ഐഡിയാസും പ്ലാൻസൊക്കെ ഉണ്ട്, കണ്ടൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ടൈം അനുസരിച്ച് പയ്യെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും ഈ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു. അപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ ടൈം ഞങ്ങൾക്ക് തന്നതിനും ഒരുപാട് താങ്ക് യു. അപ്പം നിങ്ങളുടെ എല്ലാ എന്താ പറയുക വിഷസും ഡ്രീംസും ഒക്കെ ഫുൾഫിൽ ആവട്ടെ. സുഹേൽ പറഞ്ഞ പോലെ എന്താ പറയുക ബിഗ് ഫിലിമിൽ ഇൻഡസ്ട്രിയിലും വരട്ടെ, ഡ്രീമായിട്ടുള്ളതാണല്ലോ. അപ്പം എല്ലാവിധ വിഷസും. ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്. Thank you. ഗോ ഹെഡ്. താങ്ക് യു.